നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CK ജാനുവിന് UDF സീറ്റ് നൽകണമെന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെടുന്നു. വയനാട്ടിൽ സംവരണ സീറ്റുകളിൽ മത്സരിക്കുന്ന കുറിച്യ കുറുമ വിഭാഗങ്ങളാണെന്നും അടിയ പണിയ വിഭാഗത്തിനും സീറ്റ് വേണമെന്നും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്തുണ്ണി 24നോട്. കേരളത്തിലെ വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിൽപ്പെട്ട അടിയ പണിയ കാട്ടുനായ്ക്ക ഊരാളി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന CK ജാനുവിനെ പോലെ അതുപോലെ തന്നെ BB ബോളനെ പോലെയുള്ള ആൾക്കാർ പൊതുരംഗത്ത് കാലകാലങ്ങളായി വിവിധ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലുള്ളവരാണ്. CK ജാനു, ബോളേട്ടനെ പോലെയുള്ള സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുരംഗത്ത് സംസ്ഥാനം അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ, ഇവർക്കെന്താ സീറ്റ് കൊടുത്താൽ എന്താ അവർ ജയിപ്പിക്കൂലേ? പൊതുസമൂഹം ജയിപ്പിക്കുമല്ലോ. പ്രസാദ് കാളിദാസൻ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ പ്രസാദ്, ഗുഡ് മോർണിംഗ്. വയനാട്ടിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് പ്രസാദേ? ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും SKN, എന്തായാലും വയനാട്ടിലെ ജീവിതം മനോഹരമായി തന്നെ പോകുന്നു എന്നുള്ളതാണ് 24ൻ്റെ കൂടെയുള്ള ഈ ഒരു വയനാട് യാത്ര ഗംഭീരമാക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഗംഭീരമാക്കുമെന്നും കൂടിയാണ് SKNോട് എന്തായാലും പറയാനുള്ളത്. എന്തായാലും നമ്മൾ ആസ്വദിച്ച് സൂപ്പറായിട്ട് അവിടെ വിലസുക. ഇനി വാർത്ത പറയൂ. അതെ, തീർച്ചയായും SKN. എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ CK ജാനുവിന് സീറ്റ് വേണമെന്ന് കർശനമായി ആവശ്യപ്പെടുകയാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി. ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്തുണ്ണിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. നമുക്കറിയാം CK ജാനുവിനെ സംബന്ധിച്ച് CK ജാനുവിന് സീറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചകളടക്കം തന്നെ UDF മുന്നണിയിലടക്കം സജീവമായിരിക്കുകയാണ്. സീറ്റ് കൊടുക്കേണ്ടതില്ല എന്നുള്ള തരത്തിലൊക്കെ UDF മുന്നണിയിൽ ചില ആവശ്യങ്ങളൊക്കെ ഉയരുന്നു എന്നുള്ളതൊക്കെയാണ് കേട്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഈ CK ജാനു രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് സീറ്റ് നേടുന്നതിനായുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ തന്നെ മനസ്സിലാക്കുന്നു. അതിനിടയിലാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ CK ജാനുവിന് സീറ്റ് നൽകണം എന്നുള്ള ഒരു ആവശ്യവുമായി ഇപ്പോൾ വീണ്ടും രംഗത്ത് വരുന്നത്. ഇന്നിപ്പോൾ 11 മണിയോടെ ആ ആവശ്യം ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കും ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ജില്ലാ നേതാക്കൾ എന്നുള്ളതും കൂടിയാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം ഈ പണിയ അടിയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സീറ്റ് വേണമെന്നാണ് പ്രധാനമായും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ആവശ്യം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഈ സംവരണ സീറ്റുകളെല്ലാം നേടുന്നത് കുറിച്യ കുറുമ വിഭാഗത്തിൽപ്പെട്ടവരാണ്. സംവരണ സീറ്റുകളെല്ലാം അവരിലേക്ക് പോവുകയാണ്. കുറിച്യ കുറുമ മാത്രമല്ല ഇവിടെയുള്ളത്, മറ്റ് വിഭാഗങ്ങളുമുണ്ട്. അടിയ പണിയ കാട്ടുനായ്ക്ക വിഭാഗങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഒന്നുകിൽ CK ജാനുവിന് സീറ്റ് നൽകുക, അല്ലെങ്കിൽ ആദിവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി BB ബോളന് സീറ്റ് നൽകുക എന്നുള്ളതും കൂടിയാണ്. ഇവർ രണ്ടുപേരും കരുത്തുറ്റ അല്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ള നേതാക്കളാണെന്നും കൂടിയാണ് നമ്മളോട് പ്രതികരിച്ച ചന്തുണ്ണി വ്യക്തമാക്കുന്നത്. BB ബോളനെ സംബന്ധിച്ച് IC ബാലകൃഷ്ണൻ വിദ്യാഭ്യാസ കാലത്ത്, അല്ലെങ്കിൽ IC ബാലകൃഷ്ണന്റെ ചെറുപ്പകാലത്തെ തന്നെ ഈ പൊതുരംഗത്ത് സജീവമായി നിലനിന്നിരുന്ന അത്രയും അനുഭവ സമ്പത്തുള്ള വളരെ മുതിർന്ന നേതാവാണ്, ആദിവാസി കോൺഗ്രസ് നേതാവാണ് BB ബോളൻ എന്നുള്ളത്. അപ്പോൾ BB ബോളനോ CK ജാനുവിനോ സീറ്റ് നൽകണമെന്നും കൂടിയാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ആവശ്യമെന്നുള്ളത്. ഇതിൽ ഈ ഒരു ആദിവാസി സമൂഹത്തിന്റെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന വിഭാഗം എന്നുള്ളത് പണിയ വിഭാഗം തന്നെയാണ്. 1 ലക്ഷത്തോളം വരും. അത് താഴെ തട്ടിലേക്ക് നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2011 സർവേ പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു കണക്ക്. ഈ കണക്കിൽ ഇപ്പോൾ മാറ്റമുണ്ട്. 1 ലക്ഷമല്ല, അതിൽ കൂടുതൽ കൂടിയിട്ടുണ്ട് പണിയ വിഭാഗം എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ CK ജാനുവിന് ഇതിനെ സംബന്ധിച്ച് CK ജാനുവിനും BB ബോളിനും ഒക്കെ തന്നെ ഈ സീറ്റ് നൽകണം, അല്ലെങ്കിൽ CK ജാനുവിനോ BB ബോളിനോ സീറ്റ് നൽകണം എന്നുള്ളൊരു ആവശ്യം ശക്തമായി ഉയർത്തുകയാണ്. പ്രതിപക്ഷ നേതാവിനോട് തന്നെ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇതിൽ ഇടപെട്ട് CK ജാനുവിന് സീറ്റ് നൽകണ്ട എന്നുള്ള തരത്തിലൊക്കെ ചില പ്രതികരണമൊക്കെ മുന്നണി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.